ഈ സമയത്ത് എന്താണ്? ഈ സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പോലും വലിയ അന്തചിത്രങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെ പറ്റി പറയുമ്പോൾ പുറത്തു വന്ന അന്തചിത്രങ്ങളെ പറ്റി എന്താ പറയാത്തത്? പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. CPM-നകത്തെ രൂക്ഷമായ അന്തചിത്രങ്ങൾ, കഴിഞ്ഞ ദിവസത്തെ കത്ത് വിവാദമടക്കം, പാർട്ടി സെക്രട്ടറിയുടെ മകൻ പുറത്തു വിട്ടു എന്ന് പറയുന്ന വിവാദമടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ ചർച്ചകളെ ആകെ വ്യതിചലിക്കാൻ ഇപ്പൊ കോൺഗ്രസ് ഹാൻഡിലുകൾ സൈബർ മേഖലയിൽ, ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അല്ല, ഞാൻ സഹോദരൻ, ഞാൻ മറുപടി അല്ലോ സഹോദര, ഞാൻ ആ കോൺഗ്രസിന്റെ അനുഭാവി എന്നെ പറ്റിയിട്ട് പറഞ്ഞോ? എന്റെ പേര് പറഞ്ഞോ? അങ്ങയോട് പറഞ്ഞോ? കോൺഗ്രസിന്റെ അനുഭാവിയായ വ്യക്തി എന്റെ പേര് അങ്ങയോട് പറഞ്ഞോ? അല്ല, അങ്ങയോട് പറഞ്ഞോ? അല്ല, ഞാനൊരു കാര്യം പറയുകയല്ലേ, ഞാൻ ചോദിക്കുന്ന ഞാനൊരു കാര്യം പറയുകയല്ലേ. നിങ്ങളുടെ ഏത് ചോദ്യം? ഞാൻ ഇവിടുന്ന് രാജ്യം വിട്ടു പോയിട്ടില്ലല്ലോ, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയല്ലേ, അല്ലേ? ഞാൻ ഇന്ന് പരിപാടികളിൽ പങ്കെടുത്തു, ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയാണ്, ഞാൻ രാജ്യം വിട്ടു പോയിട്ടില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പം അങ്ങയുടെ സ്ഥാപനം മൈക്കും പിടിച്ചുകൊണ്ട് ലിഫ്റ്റിന്റെ പുറകിൽ പോകുന്നുണ്ടല്ലോ. മറുപടി പറയാൻ ഉദ്ദേശിക്കുക അസംബന്ധങ്ങൾക്ക് മറുപടിയില്ല എന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ മറുപടി. ഞാൻ അങ്ങനെയൊന്നും ചെയ്തല്ലോ, ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. എന്തിനാ ഈ വ്യഗ്രത? ഞാൻ പോകുന്നില്ലല്ലോ. ശരി, ഇനിയും അങ്ങയോട് ചോദിക്കുന്നു, അങ്ങയോടുള്ള ചോദ്യം, എനിക്കെതിരായിട്ട് ആരുടെയെങ്കിലും പരാതി അങ്ങ് കിട്ടിയിട്ടുണ്ടോ? ഈ നാട്ടിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരായിട്ടുള്ള പരാതി ഉണ്ടോ? എനിക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പരാതി? ഇപ്പോൾ പരാതി പറഞ്ഞല്ലോ, ആർക്കും പരാതി ചമയ്ക്കാം. CPM ഒക്കെ വിചാരിച്ച് എളുപ്പത്തിൽ പറ്റും. അങ്ങനെ ഞാൻ ഒന്ന് പറയട്ടെ, എൻ്റെ പൊന്നു സഹോദരൻ, എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ച ആളുടെ പേര് അങ്ങ് പറയും. ഹണി ഭാസ്കർ എന്താ പറഞ്ഞേ? അതവർക്ക് തെളിയിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? അവരെന്തെങ്കിലും തെളിവ് അവർ പങ്കുവച്ചിരിക്കുന്ന അല്ല, പറയട്ടെ, ഞാൻ തീർച്ചയായിട്ടും അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ്? അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിൻ്റെ ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയചിഹ്നമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അതിന് താഴോട്ടുള്ള സംഭാഷണം എന്താ അവർ പങ്കുവെക്കാത്തത്? സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്തു നിയമം പറയേണ്ടി വരത്തില്ലേ? രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവർ ചെയ്തും കുറ്റകൃത്യമാണെന്ന് പറയട്ടെ. അത് അവരല്ലേ തെളിയിക്കണ്ടേ? ഇപ്പം ഞാൻ പറയുകയാണ്, അങ്ങാണ് ഈ സംഭവങ്ങൾക്ക് മുഴുവൻ പിന്നിലെന്ന് ഞാൻ ആരോപിച്ചിട്ട് കാര്യമുണ്ടോ? കൈരളിയുടെ മാധ്യമ പ്രവർത്തന അങ്ങാണ് എന്നെ ബോധപൂർവ്വം തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങയുടെ മാസ്റ്റർ ഓപ്പറേഷൻ ആയിരുന്നു ഈ നടന്നത് മുഴുവൻ എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ? ശ്രീമതി ഹണി ഭാസ്കറിന്, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, അല്ല ചോദ്യം ചോദിക്കുന്നതിന് മറുപടി ഞാൻ പറയട്ടെ. ശ്രീമതി ഹണി ഭാസ്കറിന് അത്തരത്തിൽ ഒരാക്ഷേപമുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ. ആര് പറഞ്ഞു? ഏത് വ്യക്തി പറഞ്ഞു? അപ്പോൾ ഒന്നെങ്കിൽ അവർക്ക് നിയമപരമായി പോകാം, അതല്ല പിന്നെ അതിന് നിയമപരമായി പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞാനും ശ്രീമതി ഹണി ഭാസ്കറും അവർ പറയുന്ന ആളെ കൊണ്ട് ഒരുമിച്ച് നിർത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതൊരു നിയമപരമായ പ്രശ്നം അവർ പറയുന്നുണ്ടോ? നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ മാധ്യമപ്രവർത്തകരൊക്കെ ഈ ഞാൻ ചോദിക്കുന്നത് ചെറു കാര്യങ്ങളാണോ നിങ്ങൾ വാർത്തയാക്കേണ്ടത്? പോട്ടെ, ശരി, ഞാൻ സമ്മതിക്കുന്നില്ല. എന്ത് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ? അല്ല, അവർ പറഞ്ഞ ആരോപണങ്ങൾ എന്താണ്? ഞാൻ അവർ സംസാരിച്ചു എന്ന് വേറെ ആരോടോ പറഞ്ഞു എന്ന്. അത് അവര് അല്ല, ഞാനൊരു കാര്യം അവര് നിയമ നടപടിയുമായി പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകില്ല, എനിക്കെതിരെ അല്ലെങ്കിൽ രാഹുൽ തെറ്റാണ് തെളിയിക്കാമെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നാണ് പറയുന്നത്. തിരിച്ചുള്ള എൻ്റെ ചോദ്യം, അങ്ങാണ് ഈ കുഴപ്പങ്ങളെല്ലാം കാണിച്ചതെന്ന് ഞാൻ ആരോപിക്കുന്നു. എന്നിട്ട് അങ്ങ് എന്നോട് പറയുകയാണ്, ഇനിയും ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അങ്ങ് നിയമപരമായി പോരാടൂ എന്ന് പറയുന്നതിനകത്ത് യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. എന്തായാലും അവർ എന്നോട് താല്പര്യമുള്ളതോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളോ അല്ലെന്ന് അവരുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടല്ലോ. അവർക്ക് എന്നെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സംരക്ഷിക്കാൻ ബാധ്യതയില്ല എന്ന് അവർക്ക് തന്നെയുണ്ട്. അപ്പോൾ അവരെ പറ്റി ഞാൻ ആരോട് അങ്ങനെ മോശമായി പറഞ്ഞു, അതവർ തെളിയിക്കട്ടെ. ആ പ്രശ്നം കഴിഞ്ഞില്ലേ? ഇനി അവർക്ക് പരാതി ഉണ്ടോ ആ വിഷയത്തിനകത്ത്? ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകർ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിയമപരമല്ലാത്ത പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ലോ സംസാരിക്കേണ്ടത്, നിയമവിരുദ്ധമായ പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ല മാധ്യമങ്ങൾ സംസാരിക്കേണ്ടത്. അതല്ലാതെ ഞാൻ പൂർത്തീകരിക്കാൻ സമയം തരുന്നില്ല. ഞാൻ പറയുന്ന പോയിന്റ് പൂർത്തീകരിക്കാനുള്ള സമയം തരാതെയാണ് നിങ്ങൾ ആവർത്തി ചോദിക്കുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടത് ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനം നടന്നിട്ടുണ്ടോ, അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കാം.
ഇപ്പം ഞാനും അങ്ങയും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് നിയമപരമായ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലായെങ്കിൽ, നിയമവിരുദ്ധമായ ബാക്ക്ഗ്രൗണ്ടും ഇല്ലായെങ്കിൽ അതെങ്ങനെ മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യമായി വരുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് അതിനകത്ത് വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.